നമുക്ക് നൈബേഴ്സിന്റെ അടുത്തുനിന്ന് പത്തോറും ഞാൻ പറയാം എൻ്റെ അമ്മയുടെ കൂടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഓള് തന്നെ പോകണം. അപ്പോൾ ഒരു സോപ്പ് കൊണ്ടുപോയാൽ മതിയോ എന്ന് ചോദിച്ചു. ഇപ്പോൾ 5 സോപ്പ് കൈകൾ എടുത്തിട്ട് പോകണം, അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും 50 രൂപയാണ് സോപ്പിനെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അത്ര ഇത് 5 സോപ്പ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് കിട്ടും. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ സാധനം വിൽക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്തത് വിറ്റ് തന്നെ ആകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആളടുത്ത് പിറ്റേ ദിവസം ഇറങ്ങി 1-2 വീട്ടിൽ കയറി. അപ്പോൾ അവിടെ അവർ പറഞ്ഞു കുഴപ്പമില്ല, തന്നേക്കും മോളെ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഈ 2 സോപ്പ് വിറ്റ് 2 പേരും വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് മോള് വീട്ടിൽ കയറി ഇരുന്നായിരുന്നെങ്കിൽ ഇതൊന്നും വിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് തുറന്നിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴും ഞാൻ പറഞ്ഞു സാറേ എല്ലാവർക്കും ക്ലാസ് കൊടുക്കണം, കാരണം ഈ 10th സ്റ്റുഡൻറ്റ് എൻ്റെ മൂത്തയാൾ 10th പഠിക്കുന്നത്. അപ്പോൾ ഇവരാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നവർ. അപ്പോൾ അവർക്ക് ഈ പൈസയുടെ മൂല്യങ്ങളൊക്കെ അറിയാൻ പറ്റി, അതാണ് ഏറ്റവും